ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ആറ്റുകാൽ സന്നിധി ഭക്തിസാന്ദ്രമാണ്. ഇപ്പോൾ അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്നം വിളമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചെലവിലും ഒക്കെയാണ് ഇന്ന് അന്നദാനം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നു. ഉമേഷ്, നല്ലൊരു കാഴ്ചയാണത്. അദ്ദേഹത്തിന് നല്ല വൈദഗ്ധ്യമുള്ള വിളമ്പുകാരനെ പോലെ തന്നെ വിളമ്പുന്നുണ്ടായിരുന്നു. കൊള്ളാം, പറയൂ. അത് തന്നെയാണ് വന്നപ്പോൾ തന്നെ അദ്ദേഹം തന്നെയാണ് ചോറ്, അതായത് അന്നദാനത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണല്ലോ ചോറ്. അദ്ദേഹം ആ ഏറ്റവും പ്രധാന ചോറ് അദ്ദേഹം വിളമ്പിക്കൊണ്ട് തന്നെയാണ് ഈ അന്നദാനത്തിന് തുടക്കം കുറിച്ചത്. ഈ സാധാരണ ഈ അന്നദാനം പ്രധാന നേർച്ചയാണ്, ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന നേർച്ചയാണ്. അതുകൊണ്ട് തന്നെ ചോറ് വിളമ്പിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്നദാനം ആരംഭിച്ചു. ഇപ്പോഴും അതായത് ഏകദേശം ഒരു 10 മിനിറ്റിലധികമായി ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക്, അന്നം കഴിക്കാനെത്തുന്ന എല്ലാവർക്കും അദ്ദേഹം തന്നെയാണ് ചോറ് വിളമ്പി നൽകുന്നത്. ഉച്ച ഊണ് കുറച്ച് നേരത്തെ ആരംഭിച്ചതേ ഉള്ളൂ. ഉച്ചയ്ക്ക് വരെയും, അതായത് ഈ ക്ഷേത്ര ദിവസങ്ങളിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭക്ഷണം വിളമ്പാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളും എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ പ്രധാന ക്രമീകരണങ്ങൾ, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ഒപ്പം ഗായകൻ ജി വേണുഗോപാലുണ്ട്. ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ തീരുമാനിച്ചതാണ് ഈ അന്നദാനം. അദ്ദേഹം വരുന്ന ആളുകളോട് കുശലം പറഞ്ഞും ഈ ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചും കുറച്ച് സമയമേ അവിടെ കിട്ടുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം ചോദിച്ച് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു അന്നദാനം കളർഫുള്ളായി കൊണ്ടുപോകുന്നതും. എന്തായാലും എല്ലാവരും അദ്ദേഹത്തിനൊപ്പം, അദ്ദേഹം ഇതിന് കഴിഞ്ഞ്, അതായത് അന്നദാനം വിളമ്പിയ ശേഷം പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ കുടുംബം നമ്മോടൊപ്പം, കുടുംബവുമുണ്ട്. ഒപ്പം ഗായകൻ ജി വേണുഗോപാൽ ചേരുന്നുണ്ട്. സാർ നമസ്കാരം. അന്നദാനത്തിൻ്റെ ഭാഗമാകാൻ എങ്ങനെയാണ് എല്ലാ വർഷവും വരുന്നതാണ് ഇവിടെ. ഇറ്റ് ഈസ് ഗ്രേറ്റ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹമാണല്ലോ ഇന്നത്തെ അന്നദാനം. തിരുവനന്തപുരംകാരനാണ്, വർഷങ്ങളായി ഈ പൊങ്കാല കാണുന്നതാണ്. എന്തായാലും അദ്ദേഹം ജീവൻ ഗോപാലം ഈ വിളമ്പിൻ്റെ ഭാഗമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബം ആദ്യം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രി ആയതിനു ശേഷമാണ് ഇപ്പോൾ അന്നദാനം നടത്തുന്നത്, അതോ നേരത്തെയോ നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ എത്രയോ വർഷമായി, 10-12 വർഷമാവെന്ന് തോന്നുന്നു. എല്ലാ വർഷവും ഇതുപോലെ തലേന്ന് ഇവിടെ അന്നദാനത്തിന് വരാറുണ്ട്. ഇത്തവണ സാറിൻ്റെ നേർച്ചയായിട്ടാണല്ലേ? നേർച്ചയായിട്ടെന്നല്ല, ഞങ്ങൾ എല്ലാ വർഷവും വരും, അതൊരു പതിവാണ്. ഇത്തവണ കഴിഞ്ഞ തവണയും എല്ലാ തവണയും പൊങ്കാല വീട്ടിലിടാറുണ്ട്. ഇത്തവണയും പൊങ്കാല ഇല്ല, വീട്ടിലാണ് ഇടുന്നത് ഇപ്പോൾ കുറേ വർഷമായിട്ട്. അതുപോലെ ഈ വർഷവും അദ്ദേഹം കുടുംബസമേതം എത്തി ഈ അന്നദാനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ജി വേണുഗോപാൽ അടക്കമുള്ളവരുണ്ട്. എന്തായാലും അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇവിടെ നിന്ന് ഈ ഭക്തർക്കെല്ലാം ആവശ്യത്തിന് അന്നദാനമെല്ലാം വിളമ്പിയ ശേഷം മാത്രമേ ഇന്ന് മടങ്ങിപ്പോകുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മെസ്കെയൻ, താങ്ക് യു. ആറ്റുകാലിൽ നിന്നാണുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്.